ഞാൻ ആദ്യം തന്നെ ഒരു കാര്യം പറയാം. ചാവാൻ പോകുമ്പോ വർഗീയത കൊണ്ടാണോ പോകുന്നത്? വല്ലാത്ത കഷ്ടം തന്നെയാണ്. നമ്മൾ കൂടിപ്പോയാൽ 10, 70, 80 വർഷം വരെ ജീവിക്കും. അതായത് നമുക്ക് ഒരു രോഗവും വന്നിട്ടില്ലെങ്കിൽ നമ്മൾ ജനിച്ചതുപോലെ തന്നെ ജീവിക്കുകയാണെങ്കിൽ 80 വയസ്സ് വരെ നമ്മൾ ജീവിക്കും. അതിനപ്പുറം നമ്മൾ പോകുന്നുണ്ടോ? ഇല്ല. പിന്നെ എന്തിനാണ് വർഗീയത കൊണ്ടുവരുന്നത്? പൊന്നു പ്രേക്ഷകരെ, ഒരു യുവതി രംഗത്ത് വന്നിട്ടുണ്ട്. നബിദിനം ആഘോഷിക്കരുത് എന്നാണ് ആ ഒരു യുവതിയുടെ വാദം. ആ യുവതി പറയുന്നത് ഞാൻ സൈഡിൽ വെച്ചു തരാം. അതിനുശേഷം അൻസാരി സുഹരി ഉസ്താദ് അതിന് തക്കതായിട്ടുള്ള മറുപടി കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ഓരോരുത്തരും കേൾക്കണം. വിഷയത്തിലേക്ക് വരാം. അതിനു മുമ്പ് ഒരു കാര്യം പറയാം. നിലവിൽ 5 വർഷം മുമ്പ് ഒരു ഉസ്താദ് ഒരു പ്രസംഗിക്കുകയാണ്. അതായത് ഓണം ആഘോഷിക്കരുത് എന്ന് പറഞ്ഞിട്ട് ഒരു ഉസ്താദ് പ്രസംഗിക്കുന്നു. നിലവിലാണ് അത് വൈറലാവുന്നത്. ആ ഒരു പ്രസംഗത്തെ വെച്ചിട്ട് മുസ്ലിംസിനെ മൊത്തത്തിൽ, അതായത് സംഘികൾ പറയുകയാണ്, ഇവൻ നോക്കൂ ഓണം ആഘോഷിക്കണ്ട എന്ന് പറഞ്ഞു. ഇവൻ ആരാണ് ഓണം ആഘോഷിക്കണ്ട എന്ന് പറയാനെന്നാണ് പറയുന്നത്. അതിൻ്റെ ഒരു അഭിപ്രായം ആദ്യം പറഞ്ഞിട്ട് ഞാൻ ബാക്കി വിഷയത്തിൽ കിടക്കാം. പൊന്നു പ്രേക്ഷകരെ, എൻ്റെ വീഡിയോ കാണുന്ന എല്ലാ ക്രിസ്ത്യാനികളും, എല്ലാ ഹിന്ദുക്കളും, മുസ്ലിമീങ്ങളും എനിക്ക് ഉറപ്പുണ്ട് 99% വരുന്ന എല്ലാവരും ഓണസദ്യ കഴിക്കാത്ത ആരും ഉണ്ടാവത്തില്ല എന്നാണ്. അതായത് ഓണമെന്ന് പറയുന്നത് ഒരു മതത്തെ കുറിച്ചിട്ടല്ല എന്നാണ് ഞാൻ പേഴ്സണലി മനസ്സിലാക്കുന്നത്. അതൊരു ഉത്സവമാണ്. എല്ലാവരും ഓണം, അത് കേരളത്തിൽ മാത്രമുള്ള ഒരു സംഗതിയാണ്. അപ്പോൾ എൻ്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ ഓണം ആഘോഷിക്കാം. അതിപ്പോൾ ആർക്ക് വേണമെങ്കിലും, മുസൽമാനോ ഹിന്ദു ക്രിസ്ത്യൻ അങ്ങനെ ഒന്നുമില്ല. നമ്മളെല്ലാവരും മനുഷ്യന്മാരാണെന്ന് വിചാരിച്ചിട്ട് നമുക്ക് ഓണം ആഘോഷിക്കാമെന്നാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം. ആ ഒരു കാര്യത്തെ തൊട്ടിട്ട് ഉസ്താദിനെയും ഒരു സമൂഹത്തെയും തള്ളിപ്പറയുന്നത് തെറ്റെന്നാണ് എൻ്റെ അഭിപ്രായം. പൊന്നു പ്രേക്ഷകരെ, ഓക്കെ. അപ്പോൾ ഇന്ന് ഇൻഡിപെൻഡൻസ് ഡേ, എല്ലാവർക്കും ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. പിന്നെ അതായത് വർഗീയത ഒന്നും ഇല്ലാത്ത നമ്മളെപ്പോലെ നമ്മളെല്ലാവരെയും, അതായത് ഹിന്ദുവിനെയും മുസൽമാനെയും ക്രിസ്ത്യനെയും ഒരുപോലെ കാണുന്ന എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണം. കുഞ്ഞു വിരലിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നമുക്കെന്തായാലും അതായത് ആദ്യം നബിദിനം ആഘോഷിക്കണ്ട എന്ന് ഒരു യുവതി പറയുന്നുണ്ട്, അത് കേൾക്കാം. അതിനുശേഷം ഉസ്താദിന്റെ മറുപടി കേൾക്കാം. ഓക്കെ, കേൾക്കട്ടെ. റബീഉൽ 12 വർഷത്തിൽ ഒരു ദിവസം ഫുള്ള് ജാതിയുമായിട്ട് റോഡ് മുഴുവൻ ബ്ലോക്ക് ചെയ്ത് ബഹളവും പടക്കം പൊട്ടിക്കലും അതും ഇതുമായിട്ട് ശബ്ദ മലിനീകരണവും, എന്താ പറയാ, ആളുകളെ ബുദ്ധിമുട്ടിച്ചിട്ട് നബിയോടുള്ള സ്നേഹം കാണിക്കുക. ചിലപ്പോൾ ഇതിപ്പോൾ ആളുകളെ ബുദ്ധിമുട്ടിക്കുന്ന അപ്പുറത്തേക്ക് ഇതിനകത്ത് ഒരുപാട് ചെലവുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പൊ ഈ ചെലവുകളും കാര്യങ്ങളും ഒക്കെ ഇത്ര അധികം ഒരു ആവശ്യമില്ലാത്ത കാര്യത്തിന് വേണ്ടി സ്നേഹം പ്രകടിപ്പിക്കാൻ, പ്രഹസനത്തിന് വേണ്ടിയിട്ട് കാണിക്കുമ്പോൾ അത് ആവശ്യമായിട്ട് പൈസ ആവശ്യമായിട്ട് വരുന്ന ആളുകളും സമുദായത്തിൽ ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് എന്താ പറയാ, വല്ലോ ചികിത്സാ സഹായമായിട്ടോ അതല്ലാന്നുണ്ടെങ്കിൽ വല്ലോ കല്യാണം നടത്തേണ്ട ആളുകൾക്ക് അങ്ങനെ, അല്ലെങ്കിൽ ആർക്കെങ്കിലും വിദ്യാഭ്യാസത്തിന് എന്തെങ്കിലും പൈസ ഷോർട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുത്ത്. ഓക്കെ പൊന്നു പ്രേക്ഷകരെ, ഇതിന് അൻസാരി ദുഹരി ഉസ്താദ് കിടിലൻ മറുപടി കൊടുക്കുന്നുണ്ട്. അത് വെച്ചു തരാം. അതിനു മുമ്പ് ഒരു കാര്യം പറയുകയാണ്. ഞാൻ പേഴ്സണലി മുംബൈയിലായിരുന്നു കുറെ സമയത്ത്. ഈ ഗണപതിനെ കൊണ്ടുപോകുന്ന ആ ഒരു സമയം, വർഷത്തിൽ ഒരു പ്രാവശ്യമാണ് ഗണപതിനെ അങ്ങനെ കൊണ്ടുപോകുന്നത് വെള്ളത്തിലിടാനായിട്ട്. പൊന്നു പ്രേക്ഷകരെ, അപ്പോൾ എത്രയോ പേര് ഒരു വർഷം കാത്തിരുന്നിട്ടാണ് അങ്ങനെ ഒരു ഉത്സവത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് ഈ പറയുന്ന നബിദിനം. ഒരു വർഷം വെയിറ്റ് ചെയ്തിട്ടാണ് നബിദിനം ആഘോഷിക്കുന്നത്. അതായത് നമ്മളിവിടെ ക്രിസ്മസും ആഘോഷിക്കണം, ഗണപതി ആഘോഷിക്കണം, ഓണം, ഈ പറയുന്ന എല്ലാം ആഘോഷിക്കണം. എല്ലാവർക്കും അതിനായിട്ടുള്ള ഒരു ആഗ്രഹം ഉണ്ടാവത്തില്ല. ഇപ്പോൾ മദ്രസയിൽ പഠിക്കുന്ന കുട്ടികൾക്ക് നബിദിനം എന്ന് പറയുമ്പോൾ ഒരു ഉത്സവം പോലെയാണ്, പാട്ടൊക്കെ പഠിച്ചിട്ട്. അപ്പോൾ അങ്ങനെയാണ് അവർ അത് ആചരിക്കുന്നത്. അതിനെ വേറെ അർത്ഥത്തിൽ ആരും കാണണ്ട. നമുക്ക് എന്തായാലും ഉസ്താദിന്റെ മറുപടി കേൾക്കാം. സത്യത്തിൽ നാദിയ ഈ മുസ്ലിം സമുദായത്തെ രക്ഷിച്ചു എന്ന് വേണം പറയാൻ. മറ്റൊന്നും കൊണ്ടല്ല, നാദിയയുടെ വാക്കുകൾ കേട്ടില്ലായിരുന്നെങ്കിൽ ഈ നബിദിനത്തിന് പൊട്ടിക്കാൻ വെച്ചിരുന്ന ലക്ഷക്കണക്കിന് രൂപയുടെ പടക്കം അത് നബിദിനത്തിന് അന്ന് പൊട്ടുകയും മുസ്ലിം സമൂഹത്തിൻ്റെ ഈ പൈസയൊക്കെ വെറുതെ പാഴായി പോയന. പൊന്നാരനാദിയ, മുസ്ലിം സമുദായത്തിൻ്റെ ആഘോഷങ്ങളിൽ എവിടെയെങ്കിലും മനുഷ്യർക്ക് ഗുണമല്ലാത്ത എന്തെങ്കിലും സംഗതികൾ കണ്ടിട്ടുണ്ടാകും. ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം. മുസ്ലിം സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ ആഘോഷങ്ങളൊന്ന് ചെറിയ പെരുന്നാൾ, വലിയ പെരുന്നാൾ, അങ്ങനെയൊക്കെ നിങ്ങൾക്കറിയുന്ന ഉദാഹരണങ്ങൾ ഞാൻ പറയാം. ഈ ചെറിയ പെരുന്നാളിന് തൊട്ട് മുന്നോടിയായിട്ടുള്ള റമദാൻ വരുമ്പോൾ നമ്മൾ എന്താണ് കാണാൻ കഴിയുന്നത്? ഓക്കെ, ബാക്കി വെച്ച് തരാം. അതായത് ഉസ്താദ് പറയാൻ ഉദ്ദേശിക്കുന്നത്, പൊന്നു പ്രേക്ഷകരെ, പെരുന്നാളിലായാലും എത്രയോ പേരെ സഹായിക്കുന്നുണ്ട്. ജാതി ഭേദമില്ലാതെ അരിയൊക്കെ എത്രയോ ഹൈന്ദവ, അതായത് ഹിന്ദുക്കൾക്കും കൊടുക്കുന്നുണ്ട്, ക്രിസ്ത്യാനികൾക്കും കൊടുക്കുന്നുണ്ട്, മുസ്ലിമീങ്ങൾക്കും കൊടുക്കുന്നുണ്ട്. മുസ്ലിം, അതായത് ഞാനിവിടെ വർഗീയതല്ല കൊണ്ടുവരുന്നത്, ഉള്ള കാര്യമാണ് പറയുന്നത്. ഓക്കെ, ഉസ്താദ് പറയുന്നത് ശരിയാണ്. എത്രയോ പാപങ്ങൾക്ക് സഹായിക്കുന്നുണ്ട് ഒരു പെരുന്നാൾ വരുമ്പോൾ. ഓക്കെ, ബാക്കിയും കൂടി കേൾക്കാം. ലക്ഷക്കണക്കിന് രൂപ, അതിൽ കോടിക്കണക്കിന് രൂപയുടെ ഭക്ഷ്യധാന്യ കിറ്റുകളൊക്കെ ജാതി മതഭേദമന്യേ എല്ലാ സമൂഹങ്ങൾക്കും എത്തിച്ചു കൊടുക്കുകയാണ്. ഇഷ്ടം പോലെ നിങ്ങൾക്ക് കാണാൻ കഴിയും. നിങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിലും അല്ലാതെയും കാണുന്നതാണ്. ഇനി പെരുന്നാളായി കഴിഞ്ഞാലോ, ഫിത്തർ സക്കാത്തിൻ്റെ അരി,
ടൺ കണക്കിന് അരി വിതരണം ചെയ്യപ്പെടുകയാണ്. ഇനി വലിയ പെരുന്നാൾ വന്നാലോ, അതുപോലെ തന്നെ കോടിക്കണക്കിന് രൂപയുടെ മാംസം മനുഷ്യരിലേക്ക് എത്തപ്പെടുകയാണ്, ഭക്ഷ്യ വിഭവങ്ങൾ ആളുകളിലേക്ക് എത്തപ്പെടുകയാണ്. 100% ശരിയാണ്. ഒരു കാര്യം ഓർക്കുക, ജാതിമത ഭേദമില്ലാതെയാണ് അത് കൊടുക്കുന്നത്. ബാക്കിയും കൂടി കേൾക്കാം. നബിദിനം വന്നാലോ ഇതുപോലെ തന്നെ കോടിക്കണക്കിന് രൂപയുടെ ഭക്ഷണമാണ് ഓരോ മഹല്ല് ജമാഅത്ത് കമ്മിറ്റികളും ഭക്ഷണം ഉണ്ടാക്കി ജാതി മതഭേദമന്യേ എല്ലാ മനുഷ്യർക്കും വിതരണം ചെയ്യുകയാണ്. മനുഷ്യർക്ക് അനുഗുണമല്ലാത്ത ഒരു ആഘോഷവും ഇസ്ലാമിലില്ല എന്നുള്ളതാണ്. നോക്കൂ നിങ്ങൾ, ഇവിടെ പല ആഘോഷങ്ങളും നടക്കുന്നുണ്ടല്ലോ. കോടിക്കണക്കിന് രൂപയുടെ പടക്കങ്ങൾ ആകാശത്ത് പൊട്ടുമ്പം 2 കിഡ്നി നഷ്ടപ്പെട്ടവൻ ഇങ്ങനെ മാനത്തേക്ക് നോക്കി ഇങ്ങനെ നിസ്സഹായനായി നിൽക്കുന്നത് കാണാൻ കഴിയും. നമ്മൾ അതൊക്കെ ഓരോരുത്തരുടെയും സന്തോഷവും ആഘോഷവും അതിനെ നമ്മൾ കുറ്റപ്പെടുത്തുന്നില്ല. പക്ഷെ അങ്ങനെ എന്തെങ്കിലും ഒരു സന്തോഷം മുസ്ലിം സമൂഹത്തിന്റെ ഭാഗത്തുനിന്ന് ഈ മറ്റുള്ളവർക്ക് അപരന് ഉപകാരമില്ലാത്ത എന്തെങ്കിലും ആഘോഷങ്ങൾ കണ്ടിട്ടുണ്ടോ? ഓക്കെ ഉസ്താദ്, എടുത്തെടുത്ത് മുസ്ലിം എന്ന് പറയുന്നത് വർഗീയതല്ല കൊണ്ടുവരുന്നത്. ആ ഒരു പെൺകുട്ടി അങ്ങനെ എടുത്തു പറഞ്ഞത് കൊണ്ടാണ് ഓക്കെ ഉസ്താദ് ഇങ്ങനെയൊക്കെ പറയുന്നത്. ബാക്കിയും കൂടി കേൾക്കാം. നിങ്ങൾക്ക് കാണാൻ കഴിയത്തില്ല. പല ആഘോഷങ്ങളും പല സന്തോഷങ്ങളും ഒക്കെ കഴിഞ്ഞതിന് ശേഷം പിറ്റേ ദിവസം പത്രത്തിൽ നമുക്ക് കാണാം 18 കോടി രൂപയുടെ മദ്യമാണ് വിറ്റഴിച്ചത്. ഇവിടെ ചെറിയ പെരുന്നാൾ, വലിയ പെരുന്നാൾ, നബിദിനം ഇതൊക്കെ കഴിഞ്ഞാൽ അങ്ങനത്തെ എന്തെങ്കിലും വാർത്ത ഇല്ല. നബിദിനമാണെങ്കിലും ചെറിയ പെരുന്നാളാണെങ്കിലും വലിയ പെരുന്നാളാണെങ്കിലും അതൊക്കെ കൊണ്ട് മനുഷ്യർക്ക് ഏതെങ്കിലും തരത്തിലുള്ളൊരു ഉപകാരം ഉണ്ടാവും എന്നുള്ളതാണ്. അതുകൊണ്ട് നാദിയ, ചാരിറ്റി ദയവ് ചെയ്ത് ചാരിറ്റി ചെയ്യണമെന്ന് ഞങ്ങളെ പഠിപ്പിക്കരുത്. ഇപ്പം നാദിയ തന്നെ കുറെ നാളായിട്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നു. എവിടെയെങ്കിലും നിങ്ങൾ ഏതെങ്കിലും മനുഷ്യരുടെ ആവശ്യവുമായി ബന്ധപ്പെട്ടില്ല ഇല്ല. നാദിയയുടെ അധിക റിയാക്ഷൻ വീഡിയോയും ഒരു സമൂഹത്തെ, ഒരു സമുദായത്തെ ലഭ്യരാക്കാൻ വേണ്ടിയും ആക്ഷേപിക്കാൻ വേണ്ടിയും ആകുന്നു എന്നതിനപ്പുറത്തേക്ക് ഏതെങ്കിലും ഒരു മനുഷ്യന്റെ എന്തെങ്കിലും പ്രയാസവുമായി ബന്ധപ്പെട്ട്, അതുകൊണ്ട് നിങ്ങൾ ആരെയാണ് ഈ ചാരിറ്റി പഠിപ്പിക്കുന്നത്? ഓക്കെ, നാദിയയോട് എനിക്ക് പറയാനുള്ളത്, നാദിയ അന്യമൊക്കെ വർഗീയത പറയും, എന്നാൽ ഒരു വീഡിയോ എങ്കിലും പാവങ്ങൾക്ക് വേണ്ടിയിട്ട് ഒന്ന് സഹകരിക്കുന്ന, നിന്റെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ ഒന്ന് കൊടുത്തിട്ട് ഈ ഉസ്താദിനെ പോലെ, അതായത് ഈ വർഗീയത പറയുന്ന ഈ വൃത്തികെട്ടവന്മാര് ആരെയും സഹായിക്കത്തില്ല. അൻസാരി ദുഹുൽ ഉസ്താദിന്റെ ഇൻസ്റ്റഗ്രാം പേജിൽ ജസ്റ്റ് നിങ്ങൾ നോക്കിയാൽ മതി. ഹിന്ദുവിനെയും സഹായിക്കുന്നുണ്ട്, ക്രിസ്ത്യാനിയെയും സഹായിക്കുന്നുണ്ട്, മുസ്ലിമുകളെയും സഹായിക്കുന്നുണ്ട്. ഇതല്ലേ ഒരു യഥാർത്ഥ ഒരു നല്ലൊരു മനുഷ്യൻ? ബാക്കിയും കൂടി കേൾക്കാം. നിങ്ങൾ ആരോടാണ് ഈ ഉപദേശം നടത്തുന്നത്? എല്ലാ വെള്ളിയാഴ്ചകളിലും ഓരോ പള്ളിയുടെയും കവാടങ്ങളിൽ ജാതി മതഭേദമന്യേ എത്ര മനുഷ്യരെ കാണാൻ കഴിയും? അവർ ആ പ്രതീക്ഷയോടുകൂടി ഇവിടെ വരികയല്ലേ. എന്നാൽ വലിയ വലിയ ആഘോഷങ്ങൾ പുറത്ത് നടക്കുന്നു. അതിൻ്റെ കവാടങ്ങളിൽ എവിടെയെങ്കിലും ഒരു കിഡ്നി രോഗിയെ കാണാൻ കഴിയും, ഒരു ക്യാൻസർ പേഷ്യൻറ്റിനെ കാണാൻ കഴിയും. അതുകൊണ്ട് നിങ്ങൾ, എനിക്ക് ഒറ്റക്കാര്യം പറയാനുള്ളൂ, നിങ്ങൾ ചാരിറ്റി എന്നും പറഞ്ഞ് ഞങ്ങളെ പഠിപ്പിക്കരുത്. പിന്നെ ഓക്കെ ഉസ്താദ് പറയുന്നത് ശരിയായിട്ടാണ് തോന്നുന്നത്. ബാക്കിയും കൂടി കേൾക്കാം. ഒരു നബിദിനം വർഷത്തിൽ ഒരിക്കൽ വരുമ്പം കുഞ്ഞുകുട്ടികൾ ഈ വഴി തടസ്സപ്പെടുത്താൻ പാടില്ല എന്ന ഹബീബായ തങ്ങളുടെ അധ്യാപനമാണ്. വഴി തടസ്സപ്പെടുത്താതെ അതിനൊക്കെ പ്രത്യേകമായ വാളണ്ടിയേഴ്സിനെ നിർദ്ദേശിച്ചുകൊണ്ട് എല്ലാ സമൂഹം അങ്ങനെയല്ലേ. ഇപ്പം ശ്രീകൃഷ്ണ ജയന്തി വരുമ്പം ശോഭയാത്ര നടക്കുന്നു, അവരെത്ര കൃത്യമായിട്ട് അച്ചടക്കത്തോടു കൂടി സമീപത്തോട് കുട്ടികളെ ഇങ്ങനെ കൊണ്ടുപോകുന്നു. വാളണ്ടിയേഴ്സിന് ഇപ്പുറത്ത് നിർത്തിക്കൊണ്ട് വണ്ടികളൊക്കെ യഥേഷ്ടം വിടാനുള്ള സൗകര്യങ്ങൾ, ഇതൊക്കെ തന്നെ എല്ലാവരും ചെയ്യുന്നത്. ഇതൊക്കെ നമ്മുടെ ഗ്രഹാതുരത്വമാണ്, നമ്മുടെ നാടിൻ്റെ പാരസ്പര്യം കൂടിയാണ്. ഇപ്പം നമ്മുടെ നബിദിന റാലി പോകുന്ന സമയത്ത് മറ്റ് സമൂഹങ്ങൾ വെള്ളം കൊടുക്കുന്നു, അവരെ യാത്ര പോകുമ്പോൾ നമ്മൾ കൊടുക്കുന്നു. ഇതൊക്കെ നമ്മുടെ നാടിൻ്റെ ഒരു ഗ്രഹാതുരത്വം, ഐക്യവും. 100% ഉസ്താദിന്റെ ഭാഗം ശരിയാണ്. ബാക്കിയും കൂടി കേൾക്കാം. ഇതൊക്കെ ഇവിടെ നടന്നോട്ടെ, ഇതൊക്കെ നല്ല കാര്യമല്ലേ. ഇത് കുരുപൊട്ടുന്ന ആളുകൾ അങ്ങോട്ട് മാറി കുരുപൊട്ടുക. ഇവിടെ നബിദിനാഘോഷം നടക്കും, കുട്ടികൾ റാലി പോകും, ആർക്കും ബുദ്ധിമുട്ടില്ലാത്ത രൂപത്തിൽ സ്വലാത്ത് ദിക്റൊക്കെ ചൊല്ലി പോകും. അത് പൊട്ടുന്ന ആളുകൾ അങ്ങോട്ട് മാറി പൊട്ടുക. നിങ്ങൾ എല്ലാ കാലത്തും നിങ്ങൾക്ക് പൊട്ടും. നമ്മളിവിടെ നടത്തിക്കൊണ്ടേയിരിക്കും ചെയ്യും. അതുകൊണ്ട് അതിന് എന്തെങ്കിലും നിയമപരമായ തടസ്സങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ അത് ഇവിടുത്തെ ഗവൺമെൻറ് നോക്കിക്കണം. അതുകൊണ്ട് നാദിയയുടെ ഒറ്റ കാര്യം പറയാനുള്ളൂ, ചാരിറ്റി എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ വെറുതെ നിങ്ങൾ വിഷമിപ്പിക്കരുത്. പ്രിയപ്പെട്ട നാദിയ, ഏതൊരു പുണ്യപുരുഷൻ്റെ ജന്മദിനമാണോ ഇവിടെ ആഘോഷിക്കുന്നത്, ആ പുണ്യപുരുഷൻ ലോകത്തോട് വിളിച്ചു പറഞ്ഞത് ഇസ്ലാം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അനുരുചരൻ ചോദിച്ചപ്പോൾ ആ ചോദ്യത്തിൻ്റെ മറുപടി, മോനെ ഇസ്ലാം എന്ന് പറഞ്ഞാൽ തീബുൽ കലാം, മനോഹരമായി മനുഷ്യരോട് സംസാരിക്കലാണ്. വൈത്വാമുത്താഴം, വിശക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കലാണ്. വിശക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കാനും മനുഷ്യരോട് മര്യാദക്ക് സംസാരിക്കാനും പഠിപ്പിച്ച ഒരു പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ വസന്തമാണ്. ആ വസന്തം ഞങ്ങൾ ആത്മീയതയുടെ ചട്ടക്കൂട്ടിൽ നിന്നുകൊണ്ട് തന്നെ ഞങ്ങൾ ആഘോഷിക്കാറുണ്ട്. നിയമാനുസൃതമായി, നിയമത്തിന് വിരുദ്ധമല്ലാത്ത ഏതൊരു സംഗതികളും ഞങ്ങളിവിടെ അനുവർത്തിക്കാറുണ്ട്. അതുകൊണ്ട് നാദിയ, ഓക്കെ ഉസ്താദിന്റെ മറുപടി നല്ലൊരു മറുപടിയാണ്, നല്ല സത്യസന്ധമായിട്ടാണ് പറയുന്നത് ഉസ്താദ്. ഓക്കെ നമുക്ക് അവസാന ഭാഗം കേട്ടിട്ട് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം. അല്ല, അദ്ദേഹത്തിന് പാണക്കാട്ട് പോയി പെർമിഷൻ എടുക്കണമായിരിക്കും. അതായിരിക്കും അദ്ദേഹത്തിന്. ആണെന്നെ കൂട്ടിക്കോണോ, പാണക്കാട് പോയി പെർമിഷൻ എടുക്കണോ, ആണെന്നെ കൂട്ടിക്കോ. എന്നിരുന്നാലും ഒരു അന്തസ്സുണ്ട്, അവരെ കൂടെ ജനങ്ങൾക്ക് എന്തെങ്കിലും ഗുണമുണ്ട്. പിന്നെ എവിടെ പോയി പെർമിഷൻ എടുക്കണം? പാലായില്ല, പൂഞ്ഞാറില്ല. സത്യക്രിസ്ത്യാനികൾ കെട്ടിച്ചില്ലടാ. ക്രിസ്ത്യാനികൾക്ക് പോലും വേണ്ടാത്ത നിന്റെ ഇടയ്ക്കൊക്കെ വന്ന് പെർമിഷൻ എടുക്കണ. നീയൊക്കെ ആരാ ഈ രാജ്യത്ത്? ഇത് വളരെ ഒരു കാര്യം BJP പറയുന്നു, നിങ്ങൾ ചൊല്ലാൻ മടിച്ചാലും മടിച്ചില്ലെങ്കിലും ചൊല്ലിയാലും ഇല്ലെങ്കിലും കേരളത്തിൽ 15,000 കേന്ദ്രങ്ങൾ BJP
വന്ദേമാതരം പൂർണ്ണമായും ആലോചിച്ചുകൊണ്ട് എടാ 10,000-കണക്കിന് കേന്ദ്രങ്ങളിൽ ചൊല്ലടാ. ആരാ പറഞ്ഞു നിങ്ങൾക്ക് വന്ദേ മാതരം ചെല്ലണ്ടെന്ന് പറഞ്ഞത്? നിങ്ങൾ ചെല്ലിക്കോ, ചെല്ലാത്തവരെ ചെല്ലിപ്പിക്കണം എന്നാ പറഞ്ഞത്. ഇവിടെ ആർക്കും രാജ്യസ്നേഹം കാണിക്കാൻ വേണ്ടി എന്തെങ്കിലും പ്രത്യേകമായി ചൊല്ലേണ്ടതോ പറയേണ്ടതോ പിടിക്കേണ്ടതോ കാര്യമില്ല. രാജ്യസ്നേഹം എന്നുള്ളത് മനുഷ്യന്റെ സ്വാഭാവികമായ വികാരമാണ്. ഈ രാജ്യസ്നേഹം തെളിയിക്കേണ്ടത് നിങ്ങളുടെയൊക്കെ ബാധ്യതയാണ് ഷോൺ ജോർജ്. കാരണം ഈ ഇന്ത്യ സ്വാതന്ത്ര്യലബ്ധി നേടിയത് ആരിൽ നിന്നാണ്? ഈ രാജ്യം വിട്ട് ബ്രിട്ടീഷുകാർ പോകുമ്പോൾ, സായിപ്പന്മാർ പോകുമ്പോൾ ഇവിടെ പല തറവാട്ടുകാരുടെയും വീടിന്റെ മുറ്റത്ത് സായിപ്പന്മാരുടെയും രാജ്ഞിമാരുടെയൊക്കെ ചിത്രം ഉണ്ടായിരുന്നല്ലോ. ഇന്നും അതിന്റെ ഗുണഭോക്താക്കളാണല്ലോ. അപ്പം ഷോൺ ജോർജ്, നിങ്ങളൊക്കെ അല്ലേ സത്യത്തിൽ രാജ്യസ്നേഹം തെളിയിക്കേണ്ടത്? ബാക്കിയുള്ളവർക്ക് അതിന്റെ ആവശ്യമുണ്ടാ? കാരണം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഏറ്റവും കൂടുതൽ പങ്കെടുത്തവരിൽ മുസ്ലിമീങ്ങൾ, ഹിന്ദുക്കൾ, സിഖുകാരാണല്ലോ. അതുകൊണ്ട് ഷോൺ ജോർജ്, ഈ മറ്റ് BJP-ക്കാരും RS-കാരും ചെല്ലിയില്ലെങ്കിലും നീ രാവിലെ ഒരു വൈകുന്നേരം വരെ കുടിയും പിടിച്ചുകൊണ്ട് വന്ദേ മാതരം ഉറങ്ങരുത് നാളാ. നീ ഫുള്ളിലും ചെല്ലുന്നു. നിനക്ക് വേണമെങ്കിൽ സുമേഷിനെ കൂടെ കൂട്ടിത്തരാം. സുമേഷെ കറക്കി വിടണം. ഓക്കെ, ഉസ്താദ് പറയുന്നത് ശരിയായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. പൊന്നു പ്രേക്ഷകരെ, ഞാൻ അപ്പോൾ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. എല്ലാവരും മാക്സിമം ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണം. ഓക്കെ.